ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇനി കേടുവന്ന തക്കാളി ആരും കളയില്ല കേട്ടോ. വീട്ടുജോലി എളുപ്പമാക്കാനും പൈസ ലാഭിക്കാനും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുറേ നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലെയൊക്കെ തക്കാളി വാങ്ങിക്കുമ്പോൾ കുറേ തക്കാളിയൊക്കെ അഴുകി പോകാറുണ്ട്. അപ്പോൾ നമ്മളതെടുത്ത് ചെടികളെ മൂട്ടിലോ അങ്ങനെ കളയുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആരും തക്കാളി കളയില്ല കേട്ടോ. ഇതുപോലത്തെ വേസ്റ്റായ തക്കാളികളെടുത്ത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വീട്ടുജോലികൾ എളുപ്പമാക്കാനുള്ള കുറേ ടിപ്സുകളുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ആ ഒരു കൊത്തൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ജ്യൂസ് മാത്രം മതി. അപ്പോൾ നല്ലതുപോലെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ഒരു അരിപ്പയിലേക്ക് ആ ഒരു കൊത്തെല്ലാം ഒന്ന് മാറ്റിയ ശേഷം ആ ജ്യൂസെല്ലാം നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വേസ്റ്റായി കളയുന്ന തക്കാളിയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമുക്ക് ലിക്വിഡൊക്കെ കളയാതെ ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം അരിച്ച് അതിൻ്റെ ആ ഒരു കൊത്തെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്ര അളവിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിന് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഈ തുണിയൊക്കെ നനച്ച ശേഷം പാത്രം കഴുകിയ ശേഷമൊക്കെ നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് വരുന്ന സോപ്പ് കാണുമല്ലോ, ആ ഒരു സോപ്പ് 2-3 കഷ്ണം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലത്തെ സോപ്പൊക്കെ വേസ്റ്റ് വരുമ്പോൾ നമ്മൾ കളയല്ലേ ചെയ്യുന്നത്, അതൊന്നും ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു തക്കാളിയിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സോപ്പും നമുക്കിതിലേക്ക് അലിഞ്ഞ് നല്ലതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അധികം നേരം തിളപ്പിക്കേണ്ട കാര്യമല്ല കേട്ടോ. ആ സോപ്പൊന്ന് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ആ ഒരു തക്കാളിയിലേക്ക് യോജിക്കുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞ് വരും കേട്ടോ. ഈ ഒരു ലിക്വിഡ് നല്ലതുപോലെ പതഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്താൽ, ഇനി ഇത് തീ കത്തിക്കേണ്ട കാര്യമില്ല. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു ബേക്കിംഗ് സോഡ എല്ലായിടത്തും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ അധികം തണുത്ത് കിട്ടേണ്ട, എന്നാലും നമുക്ക് കൈ ഒന്ന് തൊട്ട് അത് തേക്കാൻ പരുവത്തിന് നമുക്ക് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിന് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കിച്ചണിലൊക്കെ പൈപ്പിലൊക്കെ പൈപ്പ് വെള്ളമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിറയെ കറയൊക്കെ പറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റി നല്ലൊരു ലിക്വിഡാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കുറച്ചൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് നല്ലതുപോലെ പഴയ ഒരു പൈപ്പിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കറയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ കഴുകി കളയണമെങ്കിൽ നമ്മൾ പുതിയത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ നല്ല പുതുപുത്തനായിട്ട് തന്നെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനവിടെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കഴുകുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് കണ്ടോ. ആ ഒരു കറയെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വേറെ നാരങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. ആ തക്കാളിയുടെ ഒരു ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ടൈൽസിൽ നമുക്ക് എപ്പോഴും അടുക്കളയിലുള്ള ടൈൽസിലായിരിക്കുമല്ലോ അഴുക്കൊക്കെ തെറിക്കുന്നത്. അവിടെയൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ. നമ്മൾ തേച്ച ശേഷം ഒന്ന് വെള്ളം വീത്തി കഴുകുമ്പോൾ തന്നെ അറിയട്ടോ, പെട്ടെന്ന് തന്നെ ആ ടൈൽസിൻ്റെ കറയും അഴുക്കും എല്ലാം പെട്ടെന്ന് പോയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അധികം ഉരച്ചൊന്നും കഴുകേണ്ട. അതുമാത്രമല്ല വില കൊടുത്ത് കടയിൽ നിന്ന് അധികം വില കൊടുത്ത് നമുക്ക് ലിക്വിഡൊന്നും വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തക്കാളി കൊണ്ട് തന്നെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും.
അത് മാത്രമല്ല നമ്മൾ പാത്രം കഴുകുന്ന സിങ്കിലൊക്കെ കറയും അതുപോലെ ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് തേച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മൾ സിങ്കൊക്കെ നല്ല പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എത്ര ഇളകാത്ത കറയിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം കഴുകി കളയണമെങ്കിൽ നമുക്ക് സിങ്കൊക്കെ നല്ലതുപോലെ വെളുത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ പാചകമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെറിച്ച് നമ്മളെ കിച്ചൺ ടൈലിലൊക്കെ നിറയെ പറ്റി പിടിച്ച് ഒട്ടുന്ന പരുവത്തിലിരിക്കുമല്ലോ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടാൻ നമുക്ക് ഈ ഒരു ലിക്വിഡ് സഹായിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈൽസൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ എല്ലാ അഴുക്കും ആ എണ്ണമയവും എല്ലാം പോയി കിട്ടും കേട്ടോ. നമ്മൾ പാചകം ചെയ്യുന്ന അടുക്കളയിലൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ തെറിച്ച് അഴുക്ക് പറ്റി പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് പൈപ്പ് വൃത്തിയാക്കാം, കിച്ചൺ ടൈൽ, അതുപോലെ തന്നെ ഇത് എല്ലായിടത്തും നല്ലതുപോലെ വൃത്തിയാക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ അടുപ്പ്, നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്തൊക്കെ നല്ലതുപോലെ എണ്ണമയവും അതൊക്കെ പറ്റി പിടിച്ച് അഴുക്കൊക്കെ പറ്റി പിടിച്ച് ഇരിക്കുന്ന ചില പഴയ ഗ്യാസ് അടുപ്പിലൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ കറയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തേച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്കത് വെളുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വേസ്റ്റായി കിട്ടുന്ന തക്കാളി കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതവിടെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഗ്യാസ് അടുപ്പൊക്കെ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. കണ്ടോ നിങ്ങൾ, അടുപ്പിൻ്റെ പുറവും അതുപോലെ തന്നെ ആ ടൈൽസും എല്ലായിടും നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് വലിയ പ്രയോജനങ്ങളുണ്ട്. നമ്മൾ തുരുമ്പ് പിടിച്ച കത്തിയും അതുപോലെ തന്നെ വലിയ വെട്ട് കത്തി ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തുരുമ്പ് പിടിച്ച് കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ ഈ ഒരു തക്കാളി ലിക്വിഡ് കൊണ്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തുരുമ്പ് പിടിച്ച ആ കത്തിയിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് മുക്കി തേച്ച് കൊടുക്കുകയാണ്. എല്ലാ തുരുമ്പും നല്ലതുപോലെ ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് തേച്ച് നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കത്തിയിലുള്ള തുരുമ്പൊക്കെ നല്ലതുപോലെ കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വെളുത്ത് കിട്ടും. നമുക്ക് കഴുകിയെടുക്കുമ്പോൾ തന്നെ കാണാം, കണ്ടോ, ആ ഒരു തുരുമ്പിച്ചതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഉപയോഗമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതുപോലെ വേസ്റ്റായി വരുന്ന തക്കാളി ഇതുപോലെ ഒന്ന് കരിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കുറച്ച് പൊടി ഉപ്പിലേക്ക് ഒന്ന് മുക്കിയ ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആ കത്തിയിലൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ തുരുമ്പ് കറ മാറണം മാത്രമല്ല നല്ലതുപോലെ മൂർച്ചയും കിട്ടും കേട്ടോ. ആ ഒരു ഉപ്പ് പൊടി വെച്ച് നമ്മളത് തേക്കുമ്പോൾ തന്നെ നല്ലതുപോലെ മൂർച്ച കിട്ടും. അതുമാത്രമല്ല നമ്മൾ ഈ ഉപ്പ് പൊടി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് ആ ഒരു നമ്മൾ അറക്കുന്ന ആ ഒരു മുനയുള്ള ഭാഗത്ത് നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു നല്ലതുപോലെ മൂർച്ച കിട്ടും. കത്തിക്കൊക്കെ നല്ലതുപോലെ മൂർച്ച കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തക്കാളി ജ്യൂസ് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒരു ഇതെടുക്കുക കേട്ടോ. അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു കത്തിയുടെ അഴുക്കും മാറും, നല്ലതുപോലെ മൂർച്ച കിട്ടും. നമ്മൾ ആ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ അതിൽ തേക്കുമ്പോൾ തന്നെ നല്ല മൂർച്ച കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കേടുവന്ന തക്കാളി കൊണ്ടുള്ള ഈ ടിപ്സ് ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോലെ.